അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഒച്ചടഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ പാൽപുട്ട്. നല്ല പശുവും പാൽ ഒഴിച്ചിട്ട് പാൽപുട്ട്, തേങ്ങാപ്പാൽ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് പുട്ടുപൊടി ഉണ്ടല്ലോ, പുട്ടുപൊടിയിലേക്ക് തേങ്ങാപ്പാലോ, അതിത്തിരി റിസ്ക് ആയതുകൊണ്ട് നമ്മൾ പാക്കറ്റ് പാൽ കിട്ടുമെങ്കിൽ അതാണ് നല്ലത്. അത് 1 കപ്പ് പൊടിക്ക് 1 കപ്പ് പാൽ. ചില പൊടിക്ക് അത് 1 കപ്പിൽ മേലെ വരും. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പുട്ട് നനയ്ക്കണ പോലെ തന്നെ നന്നായിട്ട് നല്ല നനവായിട്ട് നനച്ചോളണം. എന്നിട്ട് അത് കുറച്ച് 5 മിനിറ്റ് മൂടി വയ്ക്കുമ്പോൾ അതൊന്ന് ഡ്രൈ ആവും. അപ്പോൾ കുറച്ചുകൂടി പാലൊഴിച്ചിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തേക്കണം. എന്നിട്ട് നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് എണ്ണയോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ തടവിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിൽ ചെറിയൊരു ബൗൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പുട്ടുപൊടി നന്നായിട്ട് അമർത്തിയിട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ട് വെച്ചേക്കുക, അടച്ച് മൂടി വെച്ചേക്കുക കേട്ടോ, ഒരു 5-10 മിനിറ്റ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുട്ടുണ്ടാക്കൂലേ, പുട്ട് കണയിലൊക്കെ, അതിനേക്കാൾ എളുപ്പമാട്ടോ ഈ പുട്ടുണ്ടാക്കാൻ. അപ്പോൾ നല്ല എളുപ്പമാണ്. അതിൻ്റെ അപ്പുറം തന്നെ നമ്മൾ ഇതിന് കോമ്പിനേഷനായിട്ട് കൂട്ടാൻ പോകുന്നത് ഇറച്ചിക്കറി പോലെ മുട്ട ചിക്കി വെക്കാമെന്ന് ഓർത്തിട്ട് കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റാണെന്ന് ഞാൻ ചുമ്മാ പറയണതല്ല. പിന്നെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതേ പാല് തന്നെ, പശുവും പാല് തന്നെ നമ്മൾ വെള്ളത്തിന് പകരം ഈ കറിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു 4 മുട്ട ഉടച്ചത് ഇതിലേക്ക് ചേർത്തി നന്നായിട്ട് കൈയെടുക്കാണ്ട് ഇങ്ങനെ എന്താ പറയണ ചിക്കി കൊടുക്കുക. എന്നിട്ട് കുറേ കഴിയുമ്പോൾ നല്ല ബീഫ് വരട്ടിയത് മാറി നിൽക്കും കേട്ടോ. അതുപോലത്തെ മുട്ടക്കറി കിട്ടും നമുക്ക്. എന്നിട്ട് നല്ല ചൂട് പാൽപ്പുട്ടിൻ്റെ കൂടെ നമുക്ക് സാധാരണ പുട്ട് കാണുമ്പോഴത്തേനൊരു വിഷമമായിരുന്നുള്ള ഇതെങ്ങനെ തിന്ന് കഴിക്കുമെന്ന്. പക്ഷേ ഇതാവുമ്പോൾ ഒരു കേക്കിൻ്റെ പീസ് പോലെ ഇരിക്കണോണ്ട് നമുക്ക് എളുപ്പമാണ്. കുട്ടികൾക്കും പെട്ടെന്ന് അട്രാക്റ്റീവ് ആവും, അവർക്ക് കഴിക്കാൻ എളുപ്പമുണ്ടെന്ന് തോന്നും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.